India shares land boundaries with Pakistan, Afghanistan, China, Nepal, Bhutan, Myanmar and Bangladesh. Our neighbors across the sea are Sri Lanka and Maldives. India shares boundaries. India shares boundaries with Pakistan, then Afghanistan, China, Nepal, Bhutan, Myanmar and Bangladesh. There are 8 states. ഇന്ത്യക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഇന്ത്യ? Which are the boundaries? Which are the land boundaries? India shares land boundaries with Pakistan, Afghanistan, China, Nepal, Bhutan, Myanmar and Bangladesh. ഈ 7 സ്റ്റേറ്റ്സുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നുണ്ട്. Then our neighbors across the sea are Sri Lanka and Maldives. നമ്മുടെ ഏതൊക്കെ neighbors across the sea are Sri Lanka and Maldives. ശ്രീലങ്കയും മാൽദീവും അല്ലേ? Yes. Next one. അപ്പൊ മറന്നു പോകരുത്. There are 7 states shares the land boundaries with India. 7 states are Pakistan, Afghanistan, Myanmar, Nepal, China, Bhutan and Bangladesh. 7 സ്റ്റേറ്റ്സിന്റെ പേര് മറക്കാതെ പഠിക്കട്ടെ. കുറെ പ്രാവശ്യം വായിക്കുമ്പോൾ ഓർമ്മ വരുവേ. അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ്. അടുത്തത് പൊളിറ്റിക്കൽ ഡിവിഷൻസ്. എന്തൊക്കെയാ പൊളിറ്റിക്കൽ ഡിവിഷൻസ് നോക്ക്. ഇന്ത്യ became an independent country on 15th August 1947. Today, India is a union of 29 states and 7 union territories, including the National Capital Territory of Delhi. The names of all the states and the union territories and their capitals are given in table 1.1. But India became an independence. India became an independent country in 1947. August 15th, India got freedom from Britishers. India became independent on 15th August 1947. എന്താ മോനെ അജിസല്ലേ? മിസ് പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 2 അല്ലേടാ എഡ്വിനെ? മിസ്സിന്റെ കയ്യിൽ ഫോട്ടോ കോപ്പിയാണ്. പേജ് നമ്പർ എത്രയാ? 2 അല്ലേ? 2. Okay. India got freedom. India got freedom from Britishers on 15th August 1947. Okay. 1947 ഓഗസ്റ്റ് 15-നാണ് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ? Then today India is a union of 29 states. ഇന്ത്യ ഇന്ന് 29 സ്റ്റേറ്റ്സിന്റെ യൂണിയൻ ആണ് ഇന്ത്യ അല്ലേ? Today India is a union of 29 states and 7 union territories. ഇന്ന് ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉണ്ട്. മനസ്സിലായോ? 29 states and 7 union territories are there in India. India is a union of 7 union territories and 29 states. Got it? അപ്പൊ താഴെ കണ്ടോ 29 സംസ്ഥാനങ്ങളും അതിന്റെ ക്യാപിറ്റലും കൊടുത്തിട്ടുണ്ട്. മിസ് വായിക്കാം, ശ്രദ്ധിക്കുക. ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, അരുണാചൽ പ്രദേശ്, ഇറ്റാനഗർ, ആസാം, ദിസ്പൂർ, ബീഹാർ, പാറ്റ്ന, ഛത്തീസ്ഗഡ്, റായ്പൂർ, ഗോവ, പനാജി, ഗുജറാത്ത്, ഗാന്ധിനഗർ, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ഷിംല, ജമ്മു ആൻഡ് കാശ്മീർ, ശ്രീനഗർ, ജമ്മു, ജാർഖണ്ഡ്, റാഞ്ചി, കർണാടക, ബംഗളൂരു, കേരള, തിരുവനന്തപുരം, മധ്യപ്രദേശ്, ഭോപ്പാൽ, മഹാരാഷ്ട്ര, മുംബൈ, മണിപ്പൂർ, ഇംഫാൽ, മേഘാലയ, ഷില്ലോങ്, മിസോറാം, ഐസ്വാൾ, നാഗാലാൻഡ്, കോഹിമ, ഒഡീഷ, ഭുവനേശ്വർ, പഞ്ചാബ്, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, ജയ്പൂർ, സിക്കിം, ഗംഗ്ടോക്ക്, തമിഴ്നാട്, ചെന്നൈ, തെലങ്കാന, ഹൈദരാബാദ്, ത്രിപുര, അഗർത്തല, ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ, ഉത്തർപ്രദേശ്, ലക്നൗ, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. These are the 29 states and their capitals. എഡ്വിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോനെ.
പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 230. 230. അജിസലിന് കിട്ടിയ പേജ് നമ്പർ? ഇപ്പൊ സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റലിന്റെ പറഞ്ഞോണ്ടിരിക്കുന്നത് 231. 31. Okay. Appo there are 29 states. There are 29 states and 7 union territories. Alla, India is a union of 29 states and 7 union territories. India got freedom from Britishers on 15th August 1947. 1947 ഓഗസ്റ്റ് 15-നാണ് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. പക്ഷെ ഇന്ന് ഇന്ത്യയില് 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. Then 29 states are there. Then ഈ യൂണിയൻ ടെറിട്ടറീസും അതിന്റെ ക്യാപിറ്റൽ ഇവിടെ പറയുന്നത് നോക്കാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ. ചണ്ഡീഗഡ്. ദാദ്ര ആൻഡ് നാഗർ ഹവേലി, സിൽവാസ. ദമാൻ ആൻഡ് ഡിയു, ദമാൻ. ലക്ഷദ്വീപ്, കവരത്തി. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. പുതുച്ചേരിയുടെ ക്യാപിറ്റൽ പുതുച്ചേരി തന്നെ. നാഷണൽ ക്യാപിറ്റൽ ഓഫ് ടെറിട്ടറിന്റെ ക്യാപിറ്റൽ ഡൽഹി. ലക്ഷദ്വീപിന്റേത് കവരത്തി. ദമാൻ ഡിയുവിന്റേത് ദമാൻ. അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. ഈ 29 സംസ്ഥാനങ്ങളും അതിന്റെ ക്യാപിറ്റലും നോട്ട് ബുക്കിൽ ഭംഗിയായി എഴുതാം. ജൂലിയറ്റ് പ്ലീസ് വെയിറ്റ്. അപ്പൊ ഈ 29 സംസ്ഥാനങ്ങളും അതിന്റെ പേര് സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് 29 സംസ്ഥാനങ്ങളും അതിന്റെ ക്യാപിറ്റലിന്റെ പേരും നോട്ടിലേക്ക് എഴുതാം. മനസ്സിലായോ? One thing also, union territory and their capital you should write on your notebook. Okay? Yes. എന്തായിരുന്നു? ജസ്റ്റ് അല്ല, സോറി, ജൂലിയറ്റ്. മിസ് പറഞ്ഞ 29 സ്റ്റേറ്റ്, പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്ന 28 എണ്ണമാണ്. എന്റെ ടെക്സ്റ്റ് 29 ഉണ്ട് മോളെ. നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ആയിരിക്കും. 29 എണ്ണം ഉണ്ട് ഇവിടെ മിസ്സിന്റെ ഇതില്. ഓക്കെ, ആ ടെക്സ്റ്റിൽ ഉള്ളത് ഏതാണോ അത് എഴുതാ കേട്ടോ, മറക്കാതെ എഴുതാ. പഠിക്കും കൂടെ വേണേ. ഒന്നും കൂടെ മിസ് വായിക്കാൻ ശ്രദ്ധിക്ക. ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ്, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, ആസാം ദിസ്പൂർ, ബീഹാർ പാറ്റ്ന, ഛത്തീസ്ഗഡ് റായ്പൂർ, ഗോവ പനാജി, ഗുജറാത്ത് ഗാന്ധിനഗർ, ഹരിയാന ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംല, ജമ്മു ആൻഡ് കാശ്മീർ ശ്രീനഗർ ജമ്മു, ജാർഖണ്ഡ് റാഞ്ചി, കർണാടക ബംഗളൂരു, കേരള തിരുവനന്തപുരം, മധ്യപ്രദേശ് ഭോപ്പാൽ, മഹാരാഷ്ട്ര മുംബൈ, മണിപ്പൂർ ഇംഫാൽ, മേഘാലയ ഷില്ലോങ്, മിസോറാം ഐസ്വാൾ, നാഗാലാൻഡ് കോഹിമ, ഒഡീഷ ഭുവനേശ്വർ, പഞ്ചാബ് ചണ്ഡീഗഡ്, രാജസ്ഥാൻ ജയ്പൂർ, സിക്കിം ഗാംഗ്ടോക്ക്, തമിഴ്നാട് ചെന്നൈ, തെലങ്കാന ഹൈദരാബാദ്, ത്രിപുര അഗർത്തല, ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ, ഉത്തർപ്രദേശ് ലക്നൗ, വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത. 29 സംസ്ഥാനങ്ങളും അതിന്റെ ക്യാപിറ്റൽസും ആണ് ഇത്. ഓക്കെ, ഇനി അടുത്ത പേജ് നോക്ക്. ഹിയർ ആർ ഫ്യൂ മോർ ഫാക്ട്സ്. ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ നോക്കുന്നത്? ഹിയർ ആർ ഫ്യൂ മോർ ഫാക്ട്സ്. ഫസ്റ്റ് വൺ ഈസ് രാജസ്ഥാൻ is the largest state in area. Goa is the small. Which is the largest state? Rajasthan is the largest state. Goa is the smallest state. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. India is the largest state and Goa is the smallest state. Second one is 7 states in northeastern India are called the seven sisters. നോർത്ത് ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളെ അറിയപ്പെടുന്ന എന്താ അറിയോ? 7 sisters എന്നാണ്. 7 സഹോദരികൾ എന്ന്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ 7 സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് 7 sisters എന്നാണ്. നോക്ക്, അതിലെ ഏതൊക്കെയാ 7 sisters എന്നറിയപ്പെടുന്നത്? അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. ഈ 7 സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാട്ടെ? 7 sisters.
എന്താ അറിയപ്പെടുക? 7 സിസ്റ്റേഴ്സ്. ഷഹ്മ പ്ലീസ് ലിസൺ. അപ്പൊ 7 സിസ്റ്റേഴ്സ് അറിയപ്പെടുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാ? 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ്സിന്റെ പേര് പറഞ്ഞാട്ടെ. അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. These states are known as 7 sisters. 7 states in northeastern India is called 7 sisters. 7 sisters are Arunachal Pradesh, Assam, Manipur, Meghalaya, Mizoram, Tripura and Nagaland. Another fact, Telangana is the 29th state. ഏറ്റവും ഒടുവിലത്തെ സംസ്ഥാനം ഏതാ? 29ാമത്തെ സംസ്ഥാനം തെലങ്കാന അല്ല. തെലങ്കാന is the 29th state. It was carved out of ആന്ധ്രാപ്രദേശ്. ഇതിൽ നിന്നുണ്ടാക്കിയത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. Both share a common capital, ഹൈദരാബാദ്. അപ്പൊ തെലങ്കാനയ്ക്ക് അതുപോലെ ആന്ധ്രാപ്രദേശിനും കൂടെ ഒരു ക്യാപിറ്റൽ ആയിരുന്നു ഇത് ഹൈദരാബാദ് അല്ലെ. ഇൻ ഫ്യൂച്ചർ അമരാവതി വിൽ ബി ദ ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ്. ഭാവിയിലെ ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതായി മാറും? അമരാവതിയായി മാറും. മക്കൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് ടഫായി തോന്നുന്നുണ്ടാവും. മിസ് ഒന്നുകൂടെ പറയാം. രാജസ്ഥാൻ is the largest capital. Goa is the smallest capital. Which is the largest capital in India? Rajasthan. Which is the smallest capital in India? Goa. Then 7 sisters. 7 സംസ്ഥാനങ്ങളെ നമ്മളെ ഒരുമിച്ച് എന്താ പറയാന്നറിയോ? 7 sisters എന്നാണ് പറയാ. 7 സഹോദരികളെന്ന്. 7 sisters എന്നറിയപ്പെടുന്ന ക്യാപിറ്റൽസ് ഏതൊക്കെയാ നോക്കുക. അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര. These are the states known as 7 sisters. Please underline all of you. അടുത്ത ക്ലാസ്സിൽ മിസ് ചോദിക്കും 7 സഹോദരിമാർ അല്ലെങ്കിൽ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. പഠിക്കുക. അതോടൊപ്പം തന്നെ 29 സ്റ്റേറ്റ്സും അതിന്റെ ക്യാപിറ്റലും. ഓക്കെ. യുവർ ഹോംവർക്ക് ഈസ് please study the names of 7 sisters. Second homework is please study the names of states and its capitals. Okay. പഠിക്കില്ലേ? അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കില്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു 29 ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ് ഏതാ? 29th സ്റ്റേറ്റ് ഈസ് തെലങ്കാന. തെലങ്കാന is the 29th state അല്ലെ. പിന്നെ ഭാവിയിൽ നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതായിരിക്കും? അമരാവതി. ഇൻ ഫ്യൂച്ചർ അമരാവതി വിൽ ബി ദ ക്യാപിറ്റൽ ഓഫ് ആന്ധ്രാപ്രദേശ്. ഗോട്ട് ഇറ്റ്? എന്തായിരുന്നു ജൂലിയറ്റ്? മിസ് നോട്ടിലോട്ട് എഴുതുമ്പോൾ പെന്നാണ് യൂസ് ചെയ്യേണ്ടത്, അത് പെൻസിലാണോ യൂസ് ചെയ്യേണ്ടത്? നോട്ടിൽ നിങ്ങൾ ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ തെറ്റുണ്ടാവാൻ പാടില്ല. യു ക്യാൻ യൂസ് എനിത്തിങ്, pen or pencil as you like it, but you should write down without a spelling mistake. Okay. If you use pen or pencil, you can use anything as you like it, but you should write down without a spelling mistake and write neatly. വൃത്തിയായി എഴുതാൻ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ പറ്റുവാണെങ്കിൽ you can use pen. ഇനി അഥവാ മിസ് തെറ്റി ഇടയ്ക്കിടയ്ക്ക് എഴുതുമ്പോൾ തെറ്റുന്നുണ്ടെങ്കിൽ you can use pencil only. ഓക്കെ. അപ്പൊ നിങ്ങൾ നമ്മുടെ നോട്ട്ബുക്കിന്റെ ആദ്യത്തെ പേജില് നല്ല ഭംഗിയായി പാഠത്തിന്റെ പേരൊക്കെ നല്ല സ്കെച്ചപ്പ് ഉപയോഗിച്ച് കൊടുക്കുക. അതിനുശേഷം ക്യാപിറ്റലും അതിന്റെ സ്റ്റേറ്റ്സും അതിന്റെ ക്യാപിറ്റലും ഭംഗിയായി എഴുതാം. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മിസ് എന്തൊക്കെ ചോദിക്കും? 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ which are the 29 states and which are the capital of these 29 states. Don't forget it. Okay. Okay. Bye bye. See you in the next class. Tata. Bye bye.